ഇവിടെയിൽ വളരെ നിർണായകമായിട്ടുള്ള കുറേ ജിയോ പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റ്സ് ആണ്. അമേരിക്കയിൽ മിനിസോട്ടയിൽ വീണ്ടും ഒരാളെ വെടിവെച്ച് കൊലപ്പെടുത്തിയിരിക്കുകയാണ്. ICE ഉദ്യോഗസ്ഥർ തന്നെയാണ് വെടിവെച്ചത്. അതായത് ICE ഉദ്യോഗസ്ഥർ പറഞ്ഞാൽ ഒരാളല്ല വെടിവെച്ചത്, തുരിതരാ ചുറ്റി നിന്ന് കുറേ ആൾക്കാരാണ് വെടിവെച്ചത്. ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് സീൻ എന്താണെന്ന് പറഞ്ഞാൽ, ICE ഉദ്യോഗസ്ഥർ മിനിസോട്ടയിൽ ഇങ്ങനെ ഇല്ലീഗൽ ഇമിഗ്രൻറ്റുകളെ അന്വേഷിച്ച് പോകുന്ന സമയത്ത്, അതായത് ഇല്ലീഗൽ ഇമിഗ്രൻ്റ് എന്നല്ല, പൊതുവെ ഈ മൈഗ്രൻറ്റുകളെ അന്വേഷിച്ച് തന്നെയാണ് പോകുന്നത്. അവർ എല്ലാവരുടെയും ID പരിശോധിക്കും. അപ്പോൾ ആ സാഹചര്യത്തിൽ മിനിസോട്ടയിൽ തന്നെയാണ് തുടർച്ചയായിട്ട് ഇഷ്യൂസ് വീണ്ടും വീണ്ടും ക്രിയേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ സാഹചര്യത്തിൽ ഇന്നലെ ഒരു വ്യക്തിയുടെ ID പരിശോധിക്കാൻ വേണ്ടി പോയ സമയത്ത് ചെറിയ രീതിയിൽ അവിടെ പ്രതിഷേധം നടക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. അപ്പോൾ അവിടെ ഈ മരണപ്പെട്ട ആൾ, അതായത് ഈ കൊല്ലപ്പെട്ട ആൾ ICE ഉദ്യോഗസ്ഥരുടെ തോക്ക് തന്നെ എടുത്ത് തിരിച്ച് അവർക്കെതിരെ ചൂണ്ടിയതായിട്ടും, അപ്പോൾ അവർ പ്രിവെൻറ്റീവ് മെഷേഴ്സ് എന്നുള്ള നിലയിൽ വെടിയുതിർത്തതായിട്ടുമുള്ള വാർത്തകളാണ് വരുന്നത്. ഇനിവേ ഇതിൻ്റെ സത്യാവസ്ഥയെല്ലാം ഇനിയിപ്പോൾ ട്രംപിൻ്റെ ഗവൺമെൻറ് പറയുന്നതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ അവർ പറയുന്ന വിഷയം എന്ന് പറഞ്ഞാൽ, അയാളൊരു ഭീകരനാണ്, ഭീകരവാദിയാണ്, തീവ്രവാദിയാണ്, രാജ്യവിരുദ്ധ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന ആളാണ്, അല്ലെങ്കിൽ ICE ഉദ്യോഗസ്ഥർക്കെതിരെ ഇങ്ങനെ തോക്കെടുത്ത് ചൂണ്ടുമോ എന്നുള്ള നിലയിലുള്ള ന്യായവാദങ്ങളൊക്കെ നിരത്തുന്നുണ്ട്. അപ്പോൾ അതായത് ഇപ്പം മൂന്നാമത്തെ ആളാണ് ഈ ICE ഉദ്യോഗസ്ഥരുടെ വെടിയേറ്റ് മരണപ്പെട്ടിരിക്കുന്നത്. Our message is really clear and straightforward. We need ICE out of Minnesota. They are not making us more safe. As the tragic killing this morning, as people saw it viscerally on that video shows us, they are making us less safe. When you perpetuate violence against a government because of ideological reasons and for reasons to resist and perpetuate violence, that is the definition of domestic terrorism. This individual who came with weapons and ammunition to stop a law enforcement operation of federal law enforcement officers committed an act of domestic terrorism. That's the facts. ICE ഉദ്യോഗസ്ഥരുടെ വെടിയേറ്റ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഇതിനെ തുടർന്ന് ഇന്ന് ഞായറാഴ്ച മിനിസോട്ടയിലും അതേപോലെ മിനിയോപോളിസിലൊക്കെ നല്ല രീതിയിലുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ നടക്കുകയാണ് ഈ ICE ഉദ്യോഗസ്ഥർക്കെതിരെ. പിന്നെ ഈ പ്രതിഷേധം നടക്കുമ്പോൾ അതിലൊരുപാട് ഈ മൈഗ്രൻറ്റുകൾ ആരൊക്കെ അഫക്റ്റ് ചെയ്യപ്പെടാൻ സാധ്യതയുള്ള ആൾക്കാരുണ്ടല്ലോ, പോസിബിലിറ്റിയുള്ള ആൾക്കാർ, അവരെല്ലാം തന്നെ തടിച്ചുകൂടും. അതുപോലെ തന്നെ ഓപ്പോസിറ്റ് പാർട്ടിയുടെ ഒരു മോട്ടിവേഷൻ കൂടി ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ അതുകൊണ്ട് ഡെമോക്രറ്റുകൾ തകൃതിയായിട്ട് ഈ ഒരു പ്രതിഷേധ പ്രകടനത്തിനെ പ്രോത്സാഹിപ്പിക്കുന്ന രംഗമാണ് കാണാൻ കഴിയുന്നത്. പക്ഷേ എന്നാലും അവിടെ പ്രതിഷേധം നടക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ ട്രംപ് ഒരു സൈഡിൽ അർമദ എന്ന് പറഞ്ഞിട്ട് കപ്പൽ വ്യൂഹം, അപ്പോൾ ഇങ്ങനെ വാർഷിപ്പുകൾ, എയർക്രാഫ്റ്റ് കരിയർ, സബ്മറൈൻസ്, ഡിസ്ട്രോയേഴ്സ്, ഇങ്ങനെ വലിയൊരു കൂട്ടം കപ്പൽ വ്യൂഹം ഇറാൻക്ക് നേരെ അയച്ചു വെച്ചിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും തകൃതിയായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്നും ട്രംപ് പിന്നോട്ട് പോയി കഴിഞ്ഞാൽ, അതായത് എന്താണോ ഉദ്ദേശിച്ചത് പറഞ്ഞത് ഈ ഡയലോഗിലെല്ലാം എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം വരുത്തിക്കൊണ്ടുള്ള രീതിയിലാണ് അമേരിക്കയുടെ പ്രവർത്തനമെങ്കിൽ അത് ട്രംപിന് നാണക്കേടാവും. പിന്നെ ട്രംപ് ഏത് നാണക്കേടും വിഴുങ്ങാൻ നല്ല മിടുക്കുള്ള വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് തിരിച്ച് മടങ്ങിപ്പോയാലും ട്രംപിന് വലിയ വിഷയമൊന്നുമില്ല. പക്ഷേ പൊതുവിൽ അമേരിക്കയുടെ ഒരു പ്രൗഢി, CIA, പെൻറ്റഗൺ, ഇവരുടെയൊക്കെ പ്രൗഢി ഉണ്ടല്ലോ, ആ പ്രൗഢിക്ക് ഇച്ചിരി കോട്ടം തട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ ഇറാനിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് നടത്തിയിട്ട് പോകണം എന്നാണ് വിചാരിക്കുന്നത്. കാരണം ഇപ്പോൾ വന്നും പോയി ഇറാനാണെങ്കിൽ കട്ടയ്ക്ക് പത്തി മടക്കാതെ നിൽക്കുകയാണ്. ഇതാണ് സാഹചര്യം. ഇറാൻ നെഞ്ചും വിരിച്ച് നിൽക്കുകയാണ്. നീ അടിക്കുന്നെങ്കിൽ അടിച്ചോ, ചെറിയൊരു അടിയാണെങ്കിലും ഞങ്ങൾ അതിനെ യുദ്ധമായിട്ട് തന്നെ കണക്കാക്കും, തിരിച്ചടിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവരും മിസൈലുകളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് പൊതുവിൽ ഇറാൻ്റെ സൈഡിൽ നിന്നും വരുന്ന വാർത്ത. ഇറാൻ്റെ ഉള്ളിൽ വേറൊരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ആ സാഹചര്യം എന്ന് പറഞ്ഞാൽ അവിടുത്തെ പൊതുജനങ്ങളുടെ ദുരിതാവസ്ഥ. അപ്പം അതിലേക്ക് നമുക്ക് വരാം. അതിനു മുമ്പ് തന്നെ ഇന്നലെ UN വെച്ചിട്ട് നടന്ന മനുഷ്യാവകാശ കമ്മിറ്റിയുടെ മീറ്റിംഗ് ഉണ്ടായല്ലോ, റെസൊല്യൂഷൻ, ഇറാനെതിരെ ഹ്യൂമൻ റൈറ്റ്സിൻ്റെ റെസൊല്യൂഷൻ പാസ്സാക്കിയായിരുന്നു. അപ്പോൾ അതിൽ ഇന്ത്യ ഇറാൻ്റെ നിലവിലത്തെ സർക്കാരിനെ അനുകൂലിച്ചും റെസൊല്യൂഷനെ എതിർത്തുമാണ് വോട്ട് രേഖപ്പെടുത്തിയത്. അപ്പോൾ ഇതിൽ ഇറാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്, ഭയങ്കര ഹാപ്പിയാണ്. അപ്പം പല വാർത്താമാധ്യമങ്ങളും ഇന്ത്യ ഇങ്ങനെ ഇറാനെ അനുകൂലിച്ച് വോട്ട് രേഖപ്പെടുത്തി എന്നാണ് പറയുന്നത്. പക്ഷേ ഇതിൻ്റെ പിന്നിലുള്ള കാര്യങ്ങൾ എന്താണെന്നുള്ളത് വിശദീകരിക്കുന്നില്ല. അപ്പോൾ അത് ഒരു ഹോട്ട് ടോപ്പിക്കായിട്ട് ഇങ്ങനെ ചർച്ച ചെയ്ത് ഇങ്ങനെ വിടുകയാണ്. ഇന്ത്യ വളരെ വളരെ സൂക്ഷ്മതയോടുകൂടിയാണ് ഈ തീരുമാനം എടുത്തിരിക്കുന്നത്. കാരണം ഇതിലൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇറാൻ ശരിക്കും യൂറേഷ്യയിൽ ഒരു ലോക്ക് സിസ്റ്റമാണ്. അത് കൃത്യമായിട്ട് സെൻട്രൽ ഏഷ്യയിലേക്ക് കടന്നു കയറാനിരിക്കുന്ന അമേരിക്കൻ തന്ത്രങ്ങളെ വളരെ വിദഗ്ധമായി തടയുന്ന ഒരു സ്റ്റോപ്പ് പോയിന്റാണ് ഇറാൻ.
അതായത് മനസ്സിലാക്കണം, അറബിക്കടലിലേക്ക് കൃത്യമായിട്ട് വളരെ ഷോർട്ടായിട്ട് തന്നെ ഇറങ്ങിച്ചെല്ലാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ലൊക്കേഷനാണത്. അപ്പോൾ ആ ലൊക്കേഷനിൽ ഇറാൻ്റെ ഉള്ളിലേക്ക് കടന്നു കയറി കഴിഞ്ഞാൽ ഏഷ്യയിലേക്കുള്ള റൂട്ട് വളരെ ക്ലിയർ ആവുകയാണ്. അപ്പോൾ ഇതിലൂടെ ഇറാൻ ഇപ്പോൾ നിലവിൽ എടുത്തിരിക്കുന്ന ഒരു പൊസിഷൻ എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പത്തിൽ റഷ്യയെ അസ്വസ്ഥപ്പെടുത്താനാവില്ല, അമേരിക്കയ്ക്ക് ഐസൊലേറ്റ് ചെയ്യാൻ കഴിയില്ല റഷ്യയെ, നമ്പർ 1. അത് കഴിഞ്ഞാൽ ചൈനയുടെ എണ്ണ സ്രോതസ് അതും ഇറാൻ ഒരു വലിയ രീതിയിലുള്ള പങ്ക് വഹിക്കുന്നുണ്ട്. അമേരിക്കയ്ക്ക് എതിർചേരിയിലുള്ള രാജ്യങ്ങളെല്ലാം പുഷ്ടിപ്പെടുത്തുന്നതിൽ പ്രത്യേകിച്ച് ബ്രിക്സിൽ വളരെ നിർണായകമായിട്ടുള്ള ഒരു പോയിന്റാണ്, ചെക്ക് പോയിന്റാണ് ഇറാൻ. അപ്പോൾ ആ ഇറാനെ അസ്ഥിരപ്പെടുത്തുന്നതിലൂടെ, ആ ഇറാനെ തകർന്നതിലൂടെ, ഇറാന്റെ റെജിമിനെ അട്ടിമറിക്കുന്നതിലൂടെ ഏഷ്യൻ മേഖലയിൽ, യൂറേഷ്യയിൽ പ്രത്യേകിച്ച് ഈ രീതിയിലുള്ള ഇൻഫ്ലുവൻസ് അമേരിക്കയ്ക്ക് കൊണ്ടുവരാൻ സാധിക്കും. അതാണ് മനസ്സിലാക്കേണ്ടത്. കാരണം അവിടെ ഇറാന്റെ തൊട്ടപ്പുറത്ത് അസർബൈജാൻ, അർമേനിയ, ആ കോക്കസ് കോറിഡോർ എന്ന് പറഞ്ഞ ആ കോറിഡോറിൽ അമേരിക്കയ്ക്ക് നിർണായകമായിട്ടുള്ള സ്റ്റേക്ക് ഉണ്ട്. അത് സ്വന്തമായിട്ട് തന്നെ അവർ വാങ്ങിച്ചിരിക്കുകയാണ് സ്ഥലം. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ അപ്പോൾ ഇതിലൂടെ വേണം നമ്മളുടെ INSTC കോറിഡോർ കടന്നു പോകാൻ. ഈ INSTC കോറിഡോർ, ഇന്റർനാഷണൽ നോർത്ത് സൗത്ത് ട്രാൻസ്പോർട്ട് കോറിഡോർ, അതാണ് ഇന്ത്യയെ ചിന്തിപ്പിക്കുന്ന ഒരു വലിയ വിഷയം. അതായത് ഒരു സൈഡിൽ ഇവിടെ IMEC കോറിഡോർ ഉണ്ടായിരുന്നു, ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എക്കണോമിക് കോറിഡോർ. ആ കോറിഡോർ ആണെങ്കിൽ മുന്നോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യത്തിൽ തടസ്സപ്പെട്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഇസ്രായേൽ ഗാസ യുദ്ധം തുടങ്ങിയ പശ്ചാത്തലത്തിൽ ഇപ്പം നിലവിൽ സൗദി അറേബ്യ UAE തമ്മിൽ ഇച്ചിരി തെറ്റിയിരിക്കുന്ന സാഹചര്യം. ഇപ്പം UAE-യിലാണെങ്കിൽ എത്തിഹാദ് റെയിലൊക്കെ നല്ല രീതിയിൽ ബൂസ്റ്റപ്പായി വരുന്നു. അപ്പോൾ ഇപ്പോൾ ഏതാണ്ട് പാസഞ്ചർ ട്രാൻസ്പോർട്ടേഷനൊക്കെ അവർ തുടങ്ങാനുള്ള സാഹചര്യത്തിൽ ഇരിക്കുന്ന ഈ ഒരു അവസ്ഥയിൽ ശരിക്കും IMEC കോറിഡോർ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റിയ സാഹചര്യമായിരുന്നു. നിലവിലെ മിഡിൽ ഈസ്റ്റ് അന്തരീക്ഷങ്ങൾ അതിന് വഴിയൊരുക്കുന്നില്ല. കാരണം IMEC കോറിഡോർ പ്രഖ്യാപിച്ച ഉടനെ തന്നെ പല രീതിയിലുള്ള തടസ്സങ്ങളാണ് ഇപ്പം നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനെ തുടർന്നാണ് I2, U2 എല്ലാം ഇതിന്റെ ഭാഗമായിട്ട് വന്ന വിഷയങ്ങളായിരുന്നു. പക്ഷെ അതിൽ നിന്നെല്ലാം ഫോർമുല ഒരുപാട് ചേഞ്ച് ആയിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് യൂറോപ്പിനും സെൻട്രൽ ഏഷ്യയ്ക്കും യുറേഷ്യയ്ക്കും വേണ്ടിയിട്ടുള്ള ഒരു കോറിഡോർ ആയിട്ടാണ് ഇന്ത്യ ഇപ്പം INSTC കോറിഡോറിനെ നോക്കിക്കാണുന്നത്. അപ്പോൾ അതായത് IMEC കോറിഡോറിനെ വരെ റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കപ്പാസിറ്റി ഉണ്ട് INSTC കോറിഡോറിന്. ഈ രണ്ട് കോറിഡോറും ഞാൻ ഇവിടെ ഒരു മാപ്പ് വെക്കുന്നുണ്ട്, നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും റൂട്ട് എങ്ങനെയാണ് പോകുന്നുള്ളത്. മറ്റേ IMEC കോറിഡോർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ നിന്ന് ദുബായ് ഫിജൈറ പോർട്ടിലേക്ക് സാധനങ്ങൾ എത്തിക്കുക, അല്ലെങ്കിൽ ദുബായിലുള്ള വിവിധ പോർട്ടുകളിൽ സാധനങ്ങൾ എത്തിക്കുക, അവിടെ നിന്ന് റോഡ് ത്രൂ സൗദി അറേബ്യ ക്രോസ് ചെയ്ത് ജോർദാൻ വഴി ഇസ്രായേലിലേക്ക് കടക്കുകയും അവിടെ നിന്ന് ഇസ്രായേലിന്റെ ഹൈഫ പോർട്ടിൽ നിന്നും ഗ്രീസ് വഴി ഇറ്റലി വഴിയൊക്കെ യൂറോപ്പിലേക്ക് സാധനങ്ങൾ എത്തിക്കുന്ന കോറിഡോറാണ് IMEC കോറിഡോർ. INSTC കോറിഡോർ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഇറാന്റെ ചബാർ പോർട്ട് ത്രൂ നമ്മൾ സെൻട്രൽ ഏഷ്യയിലേക്ക് സാധനങ്ങൾ കയറ്റി അയച്ച് റഷ്യയുടെ സെന്റ് പീറ്റേഴ്സ്ബർഗ് വരെ, മോസ്കോ വരെ എത്തിക്കാൻ വരുന്ന രീതിയിലുള്ള റൂട്ടാണ് ഇപ്പുറത്ത് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പം ഇതിൽ നിന്നും യൂറോപ്പിലേക്ക്, അപ്പോൾ ഈ INSTC റൂട്ടിൽ നിന്നും യൂറോപ്പിലേക്ക് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഡീവിയേറ്റ് ചെയ്യാൻ സാധിക്കും. അതാണ് ഇവിടുത്തെ ഒരു പ്ലസ് പോയിന്റ്. അതുകൊണ്ടാണ് രണ്ട് റൂട്ട് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും IMEC കോറിഡോർ, മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട IMEC കോറിഡോർ നമ്മളുടെ അജണ്ടയിൽ തന്നെയുള്ള കാര്യങ്ങളാണ്. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ ഈ റൂട്ടാണ് പെട്ടെന്ന് ഓപ്പൺ ആകാൻ പറ്റുന്നത്. അതെ, മാർച്ച് ഏപ്രിൽ മെയ്, ഈ 2026 മാർച്ച് ഏപ്രിൽ മെയ്യിൽ INSTC ലോഞ്ച് ചെയ്യണം. അതിനുവേണ്ടി തയ്യാറെടുത്തിരിക്കുന്ന സാഹചര്യത്തിലാണ് അമേരിക്ക ഇപ്പം ഈ ഇറാന്റെ ഉള്ളിലേക്ക് വന്ന് കയറുന്നത്. അപ്പം ഈ റെജീം വീണ് കഴിഞ്ഞാൽ അടുത്ത് വരുന്ന ഗവൺമെന്റ് എന്ത് തരത്തിൽ തീരുമാനമെടുക്കും, റഷ്യക്ക് അവിടെ എത്രമാത്രം സ്വാധീനമുണ്ടാവും, അതുപോലെ ഇന്ത്യയുടെ INSTC കോറിഡോറുമായിട്ട് ഈ വരുന്ന സർക്കാർ എങ്ങനെ പ്രതികരിക്കും, ഇതെല്ലാം അതിന് വലിയ ചോദ്യചിഹ്നമാണ്. അപ്പോൾ ഡിപ്ലോമസി ഒന്നേന്ന് റീക്രിയേറ്റ് ചെയ്യേണ്ട സാഹചര്യം. അപ്പോൾ അത് നമ്മളുടെ ഈ റൂട്ടിനെ ഒന്നുകൂടെ ഡിലേ ചെയ്യിപ്പിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ സാഹചര്യത്തിലാണ് ഇന്ത്യ വളരെ നിർണായകമായിട്ടുള്ള തീരുമാനം, ഞങ്ങൾ ഈ IRGC റെജീമിനോടൊപ്പമാണ് എന്നുള്ള തീരുമാനമാണ് ഇന്ത്യ എടുത്തിരിക്കുന്നത്. ഈ ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ ഒക്കെ നടക്കുന്നുണ്ടെങ്കിൽ അതിന്റെ തെളിവുകൾ വളരെ വ്യക്തമായിട്ട് പുറത്തു വരേണ്ടതുണ്ട്. ഇപ്പം നിലവിലെ ഇന്റർനെറ്റ് 400 മണിക്കൂറായിട്ട് അവിടെ ബ്ലാക്ക് ഔട്ട് ആണ്. 400 hours ക്രോസ് ഇന്റർനെറ്റ് ഫെസിലിറ്റി ഇല്ല. ഇതാണ് ഇറാൻ 36,000 പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വാർത്തയാണ് ഇറാൻ ഇന്റർനാഷണൽ പ്രസിദ്ധീകരിക്കുന്നത്. അതുപോലെ മഹർ ന്യൂസ് എന്ന് പറയുന്നത് അവർ ഓൾറെഡി സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതുപോലെ ഇർന ന്യൂസ് അവർക്ക് ഗവൺമെന്റ് കൺട്രോൾഡ് ബേസിസിലാണ് ആ വാർത്തകൾ പുറത്തു വരുന്നത് ഇറാന്റെ ഉള്ളിൽ നിന്നും. അപ്പോൾ അതുകൊണ്ട് ഇറാന്റെ ഉള്ളിൽ നിന്നും ജെന്യൂൻ ആയിട്ട് വാർത്തകൾ പുറത്തു വരിക എന്നുള്ളത് തന്നെ വലിയ ചാലഞ്ച് ആയിട്ടുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ. അപ്പോൾ ആ വെല്ലുവിളികൾക്കിടയിലാണ് ഇറാൻ ഇന്റർനാഷണൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഏതാണ്ട് 35,000 മുതൽ 36,000 പേരെ ഇതുവരെ ഇറാന്റെ IRGC ഭരണകൂടം പൊതുജനങ്ങളെ വധിച്ചിട്ടുണ്ടെന്നുള്ള വാർത്തയാണ് അവർ പബ്ലിഷ് ചെയ്യുന്നത്. ഇപ്പം ഗ്രീൻലാൻഡ് വിഷയം കുറച്ച് തണുത്തിരിക്കുകയാണ്, കാനഡ വിഷയം കുറച്ച് ആളിക്കത്തുകയാണ്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കാനഡയ്ക്ക് പുറകിലാണ് അവർ ഇപ്പം കൂടുതലായിട്ട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നത്. കാനഡ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഡയലോഗ്സ് ആണ് ഏറ്റവും അമേരിക്കൻ അഡ്മിനിസ്ട്രേഷന്റെ സൈഡിൽ നിന്നും പുറത്തു വരുന്നത്. കാനഡ പ്രൈം മിനിസ്റ്റർ മാർക്ക് കർണി ഓസ്ട്രേലിയ വിസിറ്റ് ചെയ്യാണ്. കാരണം അവർ ഓസ്ട്രേലിയ പറഞ്ഞിരിക്കുന്നത് സ്പെക്ടാക്കുലർ സ്പീച്ചാണ് ഡാവോസിൽ സ്വിറ്റ്സർലാൻഡിൽ വെച്ചിട്ട് മാർക്ക് കർണി പ്രസംഗിച്ചത്. അതായത് ഭയങ്കരമായിട്ട് എനർജറ്റിക് ആയിട്ടുള്ള ഒരു പ്രസംഗമാണ്. തീർച്ചയായിട്ടും ഈ ഒരു താരിഫ് എന്നുള്ള നിലയിൽ ചില രാജ്യങ്ങളെ വരിഞ്ഞു മുറുക്കാൻ വേണ്ടിയിട്ട് ഡിക്റ്റേറ്റർഷിപ്പ് മാതൃകയിൽ പ്രവർത്തിക്കുന്ന
അമേരിക്കൻ ഭരണകൂടത്തിനെ ഇൻഡയറക്റ്റ് ആയിട്ട് നല്ല രീതിയിൽ കൊള്ളുന്ന രീതിയിൽ തന്നെയാണ് പുള്ളിക്കാരൻ സംസാരിച്ചത്. അപ്പോൾ ആ സംസാരം തികച്ചും ഓസ്ട്രേലിയൻ പ്രൈം മിനിസ്റ്ററിനെയും ഓസ്ട്രേലിയൻ പാർലമെന്റിലുള്ള ലോ മേക്കേഴ്സിനെയും ഇംപ്രസ് ചെയ്തിട്ടുണ്ട്. സോ ഓസ്ട്രേലിയൻ പാർലമെന്റിൽ ഒരു സ്പീച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് മാർക്ക് കർണിയെ ക്ഷണിച്ചിരിക്കുകയാണ് ഓസ്ട്രേലിയ. ട്രംപിന്റെ ഈ താരിഫ് നയത്തിന്റെ പൊള്ളത്തരങ്ങളെ തുറന്നു കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു വേദി എന്നുള്ള നിലയിലാണ് രണ്ടുപേരും കാനഡയും ഓസ്ട്രേലിയയും കൂടി ചേർന്ന് തീരുമാനിച്ചിട്ട് മാർക്ക് കർണിയെ ഓസ്ട്രേലിയൻ പാർലമെന്റിലേക്ക് സ്പീച്ച് നടത്താൻ വേണ്ടി ക്ഷണിച്ചിരിക്കുന്നത്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആണെന്നുണ്ടെങ്കിൽ അമേരിക്ക അടുത്ത് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ വിട്ട് പോകാൻ പാടില്ല. അങ്ങനെ പോയി കഴിഞ്ഞാൽ വല്ലാത്ത രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. കാരണം ഫണ്ട് വളരെ അനിവാര്യമാണ്. 2 വർഷം വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന് കൊടുക്കേണ്ട ഫണ്ട് അമേരിക്ക തന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ വല്ലാത്ത പ്രതിസന്ധിയിലൂടെയാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ ഗാസയിലുള്ള വിഷയങ്ങൾ, ഈ ഗ്ലോബൽ ക്രൈസിസ് എല്ലാം തന്നെ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഹെൽത്ത് കെയർ സെക്ടർ UN അണ്ടറിൽ എവിടെയൊക്കെയാണോ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് ആ വിഷയങ്ങളെല്ലാം എടുത്തു പറഞ്ഞാണ് ടെഡ്രോസ് അദാനം കാര്യങ്ങളൊക്കെ വിശദീകരിച്ചത്. ടെഡ്രോസ് അദാനം വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ ചെയർപേഴ്സൺ ആണ്. അപ്പം പുള്ളിക്കാരൻ പറഞ്ഞത് അമേരിക്ക അങ്ങനെ വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ ആഫ്രിക്കൻ മേഖലയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും. കാരണം ഒരുപാട് പ്രോജക്റ്റുകൾ അമേരിക്ക അവിടെ ആഫ്രിക്കൻ മേഖലയിൽ നടത്തുന്നുണ്ട്. അപ്പോൾ അത് പ്രത്യേകിച്ചും ഈ ഗേറ്റ്സ് ഫൗണ്ടേഷനുമായിട്ട് ബന്ധപ്പെട്ടൊക്കെയാണ് ഏറ്റവും കൂടുതൽ ആഫ്രിക്കയിൽ റിസർച്ച് വർക്കുകളൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഈ പല വാക്സിനുകളും ഗേറ്റ്സ് ഫൗണ്ടേഷൻ പരീക്ഷിക്കുന്നത് ആഫ്രിക്കൻ ജനങ്ങളിലാണ്. അതിന് വേറൊരു കഥ തന്നെയുണ്ട്. അത് ബിസിനസ് കം ചാരിറ്റിയാണ്. അത് അങ്ങനെ തന്നെയാണ് അങ്ങനെയാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. ഞാൻ ഇതിനെക്കുറിച്ച് ഒരു വീഡിയോ ഓൾറെഡി തന്നെ ചെയ്തിട്ടുണ്ട്. പണ്ട് ഏതാണ്ട് 1 year ബാക്ക് ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ബിൽ ഗേറ്റ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചാനലിൽ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ പ്ലേലിസ്റ്റ് കിട്ടും. അപ്പം ഇങ്ങനെയൊക്കെയുള്ള പ്രവൃത്തികളൊക്കെ നടക്കുന്നുണ്ട് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ ബാക്കിൽ. അതൊക്കെ ഇതിന്റെ ഇനിയൊരു സൈഡാണ്. പക്ഷെ എന്തായാലും ഇപ്പം ആഫ്രിക്കൻ റീജിയനിൽ ഹെൽത്ത് കെയർ സെക്ടറിൽ വല്ലാത്ത രീതിയിലുള്ള പ്രതിസന്ധി ഉണ്ടാവും അമേരിക്ക വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനിൽ നിന്നും പുറത്തു പോയി കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനിൽ തന്നെ നിലനിൽക്കണമെന്ന് ഒരുപാട് റിക്വസ്റ്റ് എന്നുള്ള നിലയിൽ തന്നെയാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ചോദിച്ചിരിക്കുന്നത് അമേരിക്ക അടുത്ത്. ഇന്ത്യയിലും ഈ പ്രവർത്തനങ്ങളൊക്കെ ഒരുപാട് നടന്നിട്ടുണ്ട് കേട്ടോ. ചാരിറ്റിയൊക്കെ പണ്ട് നടന്നിട്ടുണ്ട്. അതുപോലെ ഒരുപാട് NGO ഇന്ത്യക്കുള്ളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. കുറേ ഇതിനകത്ത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ വർക്കിൽ ബെനിഫിറ്റ് കിട്ടിയിട്ടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമുക്കും ഒരുപാട് ബെനിഫിറ്റുകൾ കിട്ടിയിട്ടുണ്ട്. പക്ഷേ അതിലൂടെ അവർ മരുന്ന് പരീക്ഷണവും കാര്യങ്ങളൊക്കെ പണ്ട് നടത്തിയിട്ടുണ്ട്. അതൊക്കെ ഒരു ഇടയ്ക്ക് നമ്മൾ കണ്ടെത്തി ഒരുപാട് മരുന്നുകൾക്ക് ഇവിടെ റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നീട്. പിന്നെ ബിൽ ഗേറ്റ്സിനെ നമ്മൾ ഇതുവരെ ഇന്ത്യക്കുള്ളിൽ അങ്ങനെ ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ ഇറങ്ങി വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുവരെ ഒരു ഡോർ ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടില്ല. അതിന് അതിൻ്റെതായിട്ടുള്ള കാരണങ്ങളുണ്ട്. ഞാനിപ്പോൾ ഇവിടെ വെക്കുന്ന മാപ്പ് ഒന്ന് നിങ്ങൾ കണ്ടോളൂ. ഇത് കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് ഉക്രൈൻ്റെ ഉള്ളിലേക്ക് റഷ്യ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണങ്ങളാണ്. തകൃതിയായിട്ടുള്ള ആക്രമണങ്ങൾ എന്ന് പറഞ്ഞാൽ നിസ്സാരപ്പെട്ട ആക്രമണങ്ങളല്ല. ശരിക്കും പറഞ്ഞാൽ 30 ഇലക്ട്രിസിറ്റി സപ്ലൈ ചെയ്യുന്ന പവർ സ്റ്റേഷൻസ്, സബ് സ്റ്റേഷൻസ് അടിച്ച് തോലച്ച് കളഞ്ഞിട്ടുണ്ട് റഷ്യ. ഉക്രൈൻ മിനിഞ്ഞാന്നൊരു ആക്രമണം നടത്തിയിട്ടുണ്ടായിരുന്നു. ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബ്ലാക്ക് സീയിൽ ഉക്രൈൻ ഒരു ആക്രമണം നടത്തിയിട്ടുണ്ടായിരുന്നു റഷ്യക്ക് 50 മില്യൺ നഷ്ടം വരുന്ന ഒരു ആക്രമണമാണ് ഉക്രൈൻ്റെ സൈഡിൽ നിന്നും ഉണ്ടായത്. തീർച്ചയായിട്ടും അതിന് റിറ്റാലിയേറ്റ് ചെയ്യുമെന്ന് നമ്മളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതുപോലെ തന്നെ റഷ്യ വീണ്ടും വളരെ ആക്രോശമായ നിലയിൽ ആക്രമണം നടത്തുന്നതാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. ഞാനിവിടെ വെച്ചിരിക്കുന്ന മാപ്പിൽ ഈ റെഡ് കളറിൽ ഡോട്ട് ഇട്ടിരിക്കുന്ന സ്ഥലങ്ങളെല്ലാം തന്നെ ആക്രമണം നടത്തിയ സ്ഥലങ്ങളാണ്. റഷ്യ ഏറ്റവും കൂടുതൽ കീവ് കേന്ദ്രീകരിച്ചാണ് ആക്രമണങ്ങൾ നടത്തുന്നത്. അതുപോലെ തന്നെ ഉക്രൈൻ ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുണ്ട്. ആ റിപ്പോർട്ടിൽ കഴിഞ്ഞ ജനുവരി 1 തീയതി മുതൽ 24 തീയതി വരെ റഷ്യ നടത്തിയ അറ്റാക്ക്, അതായത് പ്രിസൈസ് ആയിട്ട് ചില പ്രത്യേക സ്ഥലങ്ങൾ ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് നടത്തിയത്, സെലക്റ്റീവായിട്ട് അറ്റാക്ക് നടത്തിയ സ്ഥലങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ അവർ പുറത്തുവിട്ടിട്ടുണ്ട്. ഇതെല്ലാം തന്നെ എനർജി റിസോഴ്സിനെയാണ് അറ്റാക്ക് ചെയ്തിരിക്കുന്നത്. എനർജി സോഴ്സുകൾക്ക് നേരെയാണ് ആക്രമണം നടത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ് പവർ കട്ട്. അതായത് കീവ് നഗരത്തിൽ എവിടെയും പവർ സപ്ലൈ ഇല്ല എന്നുള്ളതാണ് വളരെ ദയനീയമായ അവസ്ഥ. ഹീറ്റർ സിസ്റ്റം പ്രവർത്തിക്കുന്നില്ല, കൊടും തണുപ്പ്. ഇതാണ് മനസ്സിലാക്കുന്നത്. തണുപ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കര തണുപ്പ്. മനാലിയിലൊക്കെ നല്ല രീതിയിലുള്ള നല്ല രീതിയിലുള്ള മഞ്ഞ് വീഴ്ചയാണ്. അതായത് ഒരു വർഷം ഇല്ലാത്ത രീതിയിലുള്ള കഠിനമായ തണുപ്പാണ് അനുഭവപ്പെടുന്നത്. മനാലി വാർത്തകളൊക്കെ വെച്ച് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. മഞ്ഞ് കട്ട പാളിയായിട്ട് വീണ് കിടക്കുന്ന അവസ്ഥയാണ്. അതായത് കട്ടയ്ക്ക് വീണ് കിടക്കുകയാണ്. അതാണ് അവസ്ഥ. അപ്പോൾ റഷ്യ ഉക്രൈൻ ആ മേഖലയൊക്കെ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഒന്നും തന്നെ പറയാനില്ല. ആ രീതിയിലേക്കാണ് തണുപ്പ്. -20, -25, -30 ആ റേഞ്ചിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഹീറ്റർ സിസ്റ്റം ഇല്ല. വീടിനുള്ളിൽ തണുത്ത് വിറച്ച് മരവിച്ച് കിടക്കുന്ന സാഹചര്യം. തണുപ്പിൽ കുറേ ആൾക്കാർ മരണപ്പെട്ടിട്ടുണ്ടാവും. ഇപ്പോൾ ആ വിവരങ്ങളൊക്കെ ഇനി ഡീറ്റെയിൽ ആയിട്ട് പുറത്തു വന്നാലേ അറിയാൻ പറ്റുള്ളൂ. ഇതിനകത്ത് 30 സബ് സ്റ്റേഷൻസ്, 3 TPP തെർമൽ പവർ പ്ലാന്റ് യൂണിറ്റ് 3 അടിച്ചു കളഞ്ഞിട്ടുണ്ട്. അതുപോലെ HPP ഒരു ഹൈഡ്രോ പവർ പ്ലാന്റ് അതൊരെണ്ണം അടിച്ചു കളഞ്ഞിട്ടുണ്ട്. പിന്നെ CHP അതൊരു 5 അടിച്ചു കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ തുരുതര ഈ പവർ സ്റ്റേഷൻ എല്ലാം ടാർഗറ്റ് ചെയ്താണ് അറ്റാക്ക് നടത്തിയിരിക്കുന്നത്. സെലൻസ്കി ആണെങ്കിൽ എനിക്ക് എയർ ഡിഫൻസ് സിസ്റ്റം വേണം, വല്ലാത്ത ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്, അപ്പോൾ അതുകൊണ്ട് എയർ ഡിഫൻസ് സിസ്റ്റം തരൂ എന്നുള്ള രീതിയിലാണ് സെലൻസ്കി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ യൂറോപ്പ് ആണെങ്കിൽ ഇപ്പം ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ഭയങ്കര ബിസിയാണ്. ഇപ്പം യൂറോപ്പിന്റെ മെയിൻ അജണ്ട വിഷയത്തിൽ ഉക്രൈൻ ഇല്ല. ഇപ്പം ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട വ്യാപാര കരാറുകളും ചർച്ചകളും അമേരിക്കയുമായിട്ട് ബന്ധപ്പെട്ട തർക്കങ്ങളും ഇതൊക്കെ തന്നെയാണ് ഇപ്പം മെയിനായിട്ട് ചർച്ച നടക്കുന്നത്. അപ്പോൾ യൂറോപ്യൻ യൂണിയൻ കുറച്ച് ലാഗ് ചെയ്താണ് മുന്നോട്ട് പോകുന്നത്. സെലൻസ്കി അത്രത്തോളം സഹിച്ച് പിടിച്ച് നിൽക്കണം. അതിനിപ്പം വേറെ ഒന്നും തന്നെ ചെയ്യാനില്ല. അതാണ് ഇപ്പോൾ സാഹചര്യം.
നിർത്തേണ്ട സമയത്ത് യുദ്ധം നിർത്തിയിരുന്നെങ്കിൽ മിണ്ടാതിരിക്കായിരുന്നു. ഇപ്പം നിർത്താനും പറ്റുന്നില്ല, ഇപ്പം തുടരാനും പറ്റുന്നില്ല എന്നുള്ള അവസ്ഥയാണ് സെലൻസ്കിക്ക്. അപ്പം സിറിയയ്ക്കുള്ളിലെ HTSനെതിരെ SDF ഫോഴ്സ് തിരിച്ചടിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ കുറച്ച് ഇപ്പോൾ ഈ ISIS എന്ന് പറഞ്ഞ ആൾക്കാരെ ക്യാമ്പുകളിലാണല്ലോ കഴിഞ്ഞ 10-20 വർഷങ്ങളായിട്ട് പാർപ്പിച്ചിരുന്നത്. അപ്പോൾ ആ ക്യാമ്പുകളിൽ കുടുംബമായിട്ട് താമസിക്കുന്ന ആൾ, അതായത് കുടുംബമായിട്ട് ആട് മേയ്ക്കാൻ പോയ ആൾക്കാരുണ്ടല്ലോ, ഭാര്യയും ഭർത്താവും ഒരുമിച്ച് പോയ ആൾക്കാർ, അതിൽ ജീവിച്ചിരിക്കുന്ന ആൾക്കാരെയൊക്കെ ഇവർ ഒരു പ്രത്യേക ക്യാമ്പുകളിലാണ് പാർപ്പിച്ചിരുന്നത്. ആ ക്യാമ്പുകളിൽ ടെന്റുകൾക്കുള്ളിൽ ഇവർക്ക് ഭാര്യ ഭർത്താവായിട്ട് തന്നെ ജീവിക്കാം. അപ്പോൾ അവിടെ തന്നെ ഷോപ്പുണ്ട്, അവിടെ തന്നെ കടയുണ്ട്, എല്ലാ ഫെസിലിറ്റീസും അവിടെ തന്നെയാണ് ഉള്ളത്. പക്ഷേ വീടൊന്നും പണിയാൻ പറ്റത്തില്ല, ടെന്റ് ആയിരിക്കും, ടെന്റ് ലൈഫ്. അപ്പോൾ അവിടെ ഇവർക്ക് ഒരുപാട് കുട്ടികൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ കുട്ടികളൊക്കെ പ്രത്യേകിച്ച് ഒരു ക്യാമ്പിൽ ഇങ്ങനെ അടച്ചു വെച്ചിരുന്നതായിട്ടും അത് HTS പോയിട്ട് അവരെ റിലീസ് ചെയ്തതായിട്ടും അപ്പോൾ അങ്ങനെ ഇങ്ങനെ കുട്ടികളെ ഞങ്ങൾ റിലീസ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് വലിയ രീതിയിൽ ഇവർ ഫോക്കസ് ചെയ്ത് വാർത്തയാക്കുന്നുണ്ട്. അതായത് ഇത്തരം ക്രൂരകൃത്യങ്ങളാണ് SDF ചെയ്തുകൊണ്ടിരുന്നത് എന്ന് ധരിപ്പിക്കുന്ന രീതിയിലാണ് അവർ ആ വാർത്ത പ്രചരിപ്പിക്കുന്നത്. പക്ഷേ ഇതിൽ സംഭവിക്കുന്ന പറഞ്ഞാൽ ഇവർ തീവ്രവാദികളുടെ മക്കളാണ്. അവർ ശരിക്കും പറഞ്ഞാൽ ഇവരെ എന്താണ് ഇനി പഠിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളത്, ഇവരുടെ ആക്ടിവിറ്റീസ് വെളിയിൽ വന്നിട്ട് ഇവർ എന്ത് തരത്തിലുള്ള ആക്ടിവിറ്റീസിലാണ് ഏർപ്പെടുന്നത് അതിനനുസരിച്ച് ഇവരെ വിലയിരുത്താൻ പറ്റുള്ളൂ. ഈ തീവ്രവാദ ക്യാമ്പുകളിൽ കിടന്ന ഈ ആൾക്കാർ ഈ കുട്ടികൾക്ക് എന്താണ് പഠിപ്പിച്ചിട്ടുണ്ടാവുക എന്നുള്ളത് 100% ഉറപ്പാണ്. ഡോക്ടറിൻ അല്ലാതെ ഇവർ എന്താണ് പഠിപ്പിക്കുക? ഡോക്ടറിൻ തീർച്ചയായിട്ടും ഇഞ്ചെക്ട് ചെയ്തിട്ടുണ്ടാവും. അവർ തീർച്ചയായിട്ടും ഒരു 80% കുട്ടികളും ഈ ISISുമായിട്ട് ബന്ധപ്പെട്ട ആ വിഷയങ്ങളിലേക്ക് തന്നെയായിരിക്കും ഫോളോ ചെയ്ത് മുന്നോട്ട് പോകാൻ പോകുന്നത്. കാരണം നാളെ ISIS ആണ് ശരി, SDF തെറ്റാണ്, SDF ചെയ്യുന്നത് ക്രൂരതയാണെന്നുള്ള രീതിയിൽ വാർത്തകൾ അടിച്ചിറക്കാനുള്ള സാധ്യതയുണ്ട് നമ്മുടെ മെയിൻ സ്ട്രീം മീഡിയകളിലേ. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും വരും വാർത്ത. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ഒരു വിഷയം അഡ്വാൻസ് ആയിട്ട് ഞാൻ നിങ്ങളുടെ പറഞ്ഞു വെക്കുകയാണ്. അതുപോലെ ആമസോണിൽ നിന്നും 14,000 തൊഴിലാളികളെ പിരിച്ചുവിട്ടിട്ടുണ്ട്. ജോബ് ലോസ്, ലേ ഓഫ്. ഇനിയും കൂടുതൽ ആൾക്കാരെ പിരിച്ചുവിടുമെന്നാണ് പറയുന്നത്. ഇതിപ്പം എന്താണ് ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് എന്നുള്ളത് നമുക്കറിയത്തില്ല. ആമസോണിൻ്റെ ആനുവൽ അക്കൗണ്ടിങ് ഓഡിറ്റിംഗ് റിപ്പോർട്ടൊക്കെ പുറത്തു വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്കിത് വിലയിരുത്താൻ പറ്റുള്ളൂ. തീർച്ചയായിട്ടും എല്ലാ IT കമ്പനികളും അവർ ഓരോ പ്രോജക്റ്റിനനുസരിച്ച് ആൾക്കാരെ പിരിച്ചുവിടാറുണ്ട്. പക്ഷേ ഇത് വല്ലാത്ത രീതിയിലുള്ള ഒരു മാസ് ലേ ഓഫ് ആയിപ്പോയി. 14,000 എംപ്ലോയീസിനെ പിരിച്ചുവിടുക എന്ന് പറഞ്ഞാൽ ഹ്യൂജ് ജോബ് ലോസ് ആണിത്. കാരണം എല്ലാവർക്കും അറിയാമല്ലോ, എഞ്ചിനീയറിംഗ് കോളേജുകളിൽ കുട്ടികളെ പഠിപ്പിക്കാൻ ചേർക്കാന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ എന്ന് പറഞ്ഞാൽ ആ ഒരു കോഴ്സിന് ഭയങ്കര ഡിമാൻഡാണ്. അപ്പോൾ അതിന് ലക്ഷങ്ങളാണ് ഡൊണേഷൻ വാങ്ങിക്കുന്നത്. പല പ്രൈവറ്റ് കോളേജുകളും ക്യാപിറ്റൽ ഫണ്ട് വാങ്ങിക്കുന്നത് വല്ലാത്ത രീതിയിലാണ്. അപ്പോൾ കേരളത്തിൽ നിന്ന് ആൾക്കാരാണെന്നുണ്ടെങ്കിൽ പുറത്തുപോയി പഠിക്കാനും പഠിപ്പിക്കാനും വലിയ താല്പര്യം കാണിക്കുന്ന ആൾക്കാരാണ്. ലോൺ എടുത്തവരെ കുട്ടികളെ പഠിപ്പിക്കുന്ന പാരൻസ് ഉണ്ട് നമ്മുടെ നാട്ടിൽ. അപ്പോൾ ആ സാഹചര്യത്തിൽ ഈ IT മേഖലയിൽ ഇമാതിരിയുള്ള ജോബ് ലോസ് ഇത് എപ്പോഴും പ്രതീക്ഷിച്ച് വേണം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ. മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിനൊന്നും ആരും ചേരാനില്ല, സീറ്റുകളൊക്കെ ഒഴിഞ്ഞു കിടക്കാണെന്നുള്ളതാണ് അറിവ്. അത് എന്തായാലും ഇപ്പം നിലവിൽ ഇതാണ് അവസ്ഥ. അപ്പോൾ IT എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാ കാലത്തും ഒരേപോലെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അത് ഓരോ കാലഘട്ടങ്ങളിലും കൃത്യമായ അപ്ഡേറ്റ്സ് നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകണം. തീർച്ചയായിട്ടും ഇപ്പോൾ ഗൂഗിൾ ആയാലും മൈക്രോസോഫ്റ്റ് ആയാലും ആമസോൺ ആയാലും ഇത് തന്നെയാണ് അവസ്ഥ. നമ്മുടെ നാട്ടിലും വിപ്രോയും TCSും ഇൻഫോസിസും എല്ലാം ഇതേപോലെ ലേ ഓഫ്സ് നടത്താറുണ്ട്. അവർ പ്രോജക്റ്റ് വൈസാണ് ആൾക്കാരെ ഹയർ ചെയ്യുന്നത്. ഇപ്പം പണ്ടത്തെ പോലെ പെർമനന്റ് ആയിട്ട് എംപ്ലോയീസിനെ എടുക്കാറില്ല. ചില പ്രോഗ്രാമേഴ്സിനെ മാത്രമാണ് ബേസിക് ആയിട്ട് അവർ നിലനിർത്തുന്നത്. ബാക്കി എല്ലാവരെയും അവർ ഒഴിവാക്കും പ്രോജക്റ്റ് തീരുമ്പോൾ. പിന്നെ അടുത്ത പ്രോജക്റ്റ് വരുമ്പോൾ വിളിക്കും. പക്ഷെ ആ സമയത്ത് വിപ്രോയിൽ ഇത്ര വേക്കൻസി വന്നിട്ടുണ്ട്, ഇത്ര പേരെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള വാർത്തയൊന്നും പുറത്തു വരാറില്ല. അതുകൊണ്ട് ലേ ഓഫ് കൃത്യമായിട്ട് പുറത്തു വരും. ഇതിൻ്റെ പുറകിലൊക്കെ വലിയ രീതിയിലുള്ള അജണ്ടയുണ്ട്. അത് കമ്പനിയുടെ അജണ്ടയാവാം, അല്ലെങ്കിൽ ആ കമ്പനി സ്ഥിതി ചെയ്യുന്ന രാജ്യത്തിൻ്റെ അജണ്ടയാവാം, അല്ലെങ്കിൽ ആ മാർക്കറ്റ് തകർക്കാനുള്ള അജണ്ടയാവാം. അങ്ങനെ പല രീതിയിലുള്ള പ്രൊപ്പഗണ്ട ഇതിൻ്റെ പുറകിലുണ്ട്. അപ്പോൾ എന്തായാലും ആമസോണിൻ്റെ ഡീറ്റെയിൽ റിപ്പോർട്ട് ഇതിനകത്ത് പുറത്തു വരേണ്ടതുണ്ട്. തൽക്കാലം ആമസോൺ ഇങ്ങനെ 14,000 എംപ്ലോയീസിനെ ഇപ്പം ലേ ഓഫ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും കുറേ നിർണായകമായിട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ വീഡിയോയിൽ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.